നമസ്കാരം. നമസ്കാരം. വയലാർ രാമവർമ്മ ഫൗണ്ടേഷൻ ഇപ്പോൾ 25-ാം വർഷം തികച്ചു. 25-ാം അവാർഡ് കൊടുക്കാൻ പോവുകയാണ്. കാരണം സിനിമാ മേഖലയിലുള്ള പ്രതിഭകൾക്ക് 1 ലക്ഷം രൂപ അവാർഡ് കൊടുക്കുന്ന ഒരു ഫൗണ്ടേഷനാണ് ഈ വയലാർ രാമവർമ്മ ഫൗണ്ടേഷൻ. അപ്പോൾ ഇപ്പോൾ 25-ാമത്തെ 25th നൈറ്റ് സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ അത് വിപുലമായി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു പരിപാടികൾ മെയിനായിട്ട്? പരിപാടികൾ എന്ന് പറഞ്ഞാലായിട്ട് ഇപ്പോൾ ഈ വയലാർ രാമവർമ്മ എന്ന കാവ്യഗന്ധർവൻ്റെ ഒരു ഓർമ്മയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന ഒരാളാണ് ജീവിതത്തിൽ. 25 വർഷത്തെ സബര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ 2000 മുതൽ തുടങ്ങിയിട്ടുള്ളൊരു സംഘടനയാണത്. അപ്പോൾ എൻ്റെ കൂടെയൊക്കെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരൊക്കെ ഈ സംഘടനയിലുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് ഈ പ്രോഗ്രാം ഒക്കെ ഞാൻ ചെയ്യുന്നത് സൗജന്യമായിട്ടാണ്. അപ്പോൾ ഈ പി ലീലയാണ് മലയാളത്തിലെ ആദ്യകാല ഗായിക. പി ലീലയാണ് 2000 ഫസ്റ്റ് നമ്മൾ വയലാർ അവാർഡ് കൊടുക്കുന്നത്. പിന്നെ യേശുദാസ് മുതലുള്ള ജാനകി, സുശീല, മാധുരി, അങ്ങനെ കഴിഞ്ഞ വർഷം നമ്മൾ കൊടുത്തത് ചേജി മാർക്കൂസിനാണ്. 25-ാമത്തെ വർഷം ഇപ്പോൾ നമുക്കിനി കൊടുക്കാൻ ലാസ്റ്റ് നമ്മുടെ മനസ്സിൽ ആഗ്രഹിച്ച ഒരാളാണ് ബിജു നാരായണൻ. അദ്ദേഹം ഒരു വലിയൊരു ഗായകനാണ്. പിന്നെ അദ്ദേഹത്തിന് നമുക്ക് കയ്യിൽ പെട്ടെന്ന് കിട്ടാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. ഞാൻ അദ്ദേഹത്തിന് ഒരു 4-5 മാസം ട്രൈ ചെയ്തിട്ടാണ് അദ്ദേഹം ഫോൺ തന്നെ എടുത്തത്. കാരണം അദ്ദേഹം ഭയങ്കര തിരക്കുള്ള ആളാണ്. അപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ ഓസ്ട്രേലിയയിലായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം എന്നോട് വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ ഈ പ്രോഗ്രാം എന്താണെന്ന് അറിയണ്ടേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉണ്ണി വെയിറ്റ് ചെയ്യൂ, ഞാനൊന്ന് എൻക്വയറി ചെയ്യട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ പ്രോഗ്രാമിൻ്റെ 1-2 സ്നാപ്സ് ഫോട്ടോസുകൾ നമ്മൾ അദ്ദേഹത്തിന് മെയിൽ ചെയ്ത് കൊടുത്തു. അപ്പോൾ അദ്ദേഹം അത് കണ്ടപ്പോൾ ഞാൻ കൊടുത്തത് ദാസേൻ്റെ ജാനകിയുടെയൊക്കെയാണ്. അപ്പോൾ ലാസ്റ്റ് മാർക്കസിനെ കൊടുത്തു. അപ്പോൾ അദ്ദേഹം പിന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഇതെന്നാണ് പ്രോഗ്രാം പ്ലാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ സാറിൻ്റെ ഒഴിവ് നോക്കിയിട്ട്. കാരണം നമുക്ക് അല്ലാതെ ഞാനൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്യണു, അന്നത്തെ ദിവസം അവർക്ക് ഒഴിവുണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ ഉദ്ഘാടകനായിട്ട് വരുന്നത് വയലാർ ശരത്താണ്. അതായത് വയലാറിൻ്റെ രാമവർമ്മയുടെ മകനാണ് വരുന്നത്. അപ്പോൾ അവരൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് വർഷത്തെ ബന്ധങ്ങളുണ്ട്. സിന്ധു ചേച്ചീൻ്റെ ആയിരുന്നു ആളുടെ പെങ്ങളായിരുന്നു. കഴിഞ്ഞ കൊറോണ കാലത്ത് മരിച്ചു. സിന്ധു ചേച്ചിയുടെ മകൾ എൻ്റെ കൂടെ പാടിയിട്ടുണ്ട്, മീനാക്ഷി എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയാണ്. അതുപോലെ അമ്മ വന്നിട്ടുണ്ട്, ഭാരതമ്പുരട്ടി വന്നിട്ടുണ്ട്, പെങ്ങന്മാർ വന്നിട്ടുണ്ട്, ഇന്ദു ചേച്ചി വന്നിട്ടുണ്ട്. അങ്ങനെ അവരുടെ ഫാമിലിയൊക്കെ നമ്മൾ നല്ല അടുപ്പുള്ള ആൾക്കാരാണ്. അപ്പോൾ പിന്നീട് ഇപ്പോൾ 25 വർഷത്തെ നമ്മുടെ സിൽവർ ജൂബിലി ഞാൻ ആഗ്രഹിച്ചപ്പോൾ എനിക്ക് സത്യത്തിൽ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. ഞാൻ എപ്പോഴും ഒരു രൂപ ഇല്ലാണ്ടാണ് ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്യുക. പക്ഷെ അത് എന്തോ വയലാറിൻ്റെ കാരുണ്യവും എന്നെ സ്നേഹിക്കുന്ന കലാ സാംസ്കാരിക രംഗത്തെ സുഹൃത്തുക്കളും തൃശ്ശൂരത്തെ നമ്മുടെ നല്ല ജോസ് ആലുക്കാസ്, അതുപോലെ ഇപ്പോൾ സ്വർണ്ണമുഖി എന്ന ജ്വല്ലറിയുടെ ഓണറുണ്ട് മനോജ്, അങ്ങനെ നല്ല സുഹൃത്തുക്കൾ നമ്മളൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ ജസ്ലിൻ നമ്മുടെ ഇപ്പോൾ ഇതിൽ എൻ്റെ കൂടെ വർഷങ്ങളായിട്ടുള്ളതാണ്. അദ്ദേഹമാണ് ഇപ്പോൾ പ്രോഗ്രാമിൻ്റെ ഷോ ഡയറക്ടർ. ഇവരൊക്കെ ഒരു കൂട്ടായ്മയിൽ കൂടിയിട്ട് ഞാൻ ഈ പ്രോഗ്രാം 25 വർഷത്തെ നമ്മൾ വിപുലീകരിച്ചിട്ട് വലിയൊരു ഓർക്കസ്ട്രേഷൻ 10-25 പീസ് ഓർക്കസ്ട്രയുമായിട്ട് 25 വർഷത്തെ പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇതാണ് ഇപ്പോഴത്തെ പ്രസൻറ്റിലുള്ള കാര്യങ്ങൾ. അത് സംഗീത നാടക അക്കാദമി, ചരിത്രമുറങ്ങുന്ന വടക്കുന്നാഥൻ്റെ മണ്ണിൽ നമ്മൾ തൃശ്ശൂരിൻ്റെ പൈതൃകം മുറങ്ങുന്ന വടക്കുന്നാഥനും, അതുപോലെ തന്നെ സംഗീത നാടക അക്കാദമി, അവിടെ കാൽപാദങ്ങൾ പതിയാത്ത വയലാറിൻ്റെ കാൽപാദം പോലും അവിടെ പതിഞ്ഞിട്ടുണ്ട് സാഹിത്യ അക്കാദമിയിൽ വിളിക്കുക. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ നമ്മളെ ഇപ്പോഴും ഉള്ളിലുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നു. ഈ ഒരു ഫൗണ്ടേഷൻ, വയലാർ രാമവർമ്മ ഫൗണ്ടേഷൻ 25 വർഷങ്ങൾക്ക് മുൻപ് ഇത് തുടങ്ങണം എന്നുള്ള ഒരു ആശയം എങ്ങനെയാണ് ഉള്ളിൽ വന്ന ആ സംഗീതത്തോടുള്ള, അതായത് വയലാർ രാമവർമ്മയോടുള്ള ആ ഒരു ആരാധനയാണോ ഇതിനൊക്കെ കാരണമായത്? ആരാധന എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ പാടിയിരുന്നു. ഞാൻ സ്കൂളിൽ പാടും, ഗാനമേളകളല്ല അന്ന് സ്കൂളിൽ നമ്മൾ ലളിതകാലത്തിലൊക്കെ ഞാൻ പാടാറുണ്ട്. അന്ന് വയലാറിൻ്റെ പാട്ടുകൾ ഞാൻ പാടാറ്. പക്ഷേ എൻ്റെ പ്രചോദനം എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛൻ ചെമ്പുകാവിലൊരു യൂണിയൻകാരനായിരുന്നു. അപ്പോൾ അവരൊക്കെ കളിഷാപ്പിൽ കുട്ടി പാടുന്ന പാട്ടുകൾ ഞാൻ കേൾക്കാറുണ്ട്. ബലികുടീരങ്ങളെന്ന പാട്ട് കേൾക്കുക. അപ്പോൾ അന്ന് ഞങ്ങൾ തൃശ്ശൂർ പൂരത്തിൻ്റെ അച്ഛനെ കൂട്ട് പൂരം കാണിക്കാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പൂരം കാണിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് അച്ഛൻ ഷാപ്പിൽ കൊണ്ടുപോകും. അപ്പോൾ അച്ഛൻ്റെ ആൾക്കാർ കൂട്ടുകാർക്ക് ഷാപ്പിലുണ്ടാവും. അവർ കുട കൂട്ടിയിട്ട് പാടുക. അപ്പം നമ്മളൊപ്പം താളം പിടിക്കും. അങ്ങനെ പിന്നെ നമ്മൾ വയലാറിനെ കുറിച്ച് ഞാൻ ആലോചിച്ചു. കുഴപ്പമില്ലാത്ത അന്നും പിന്നെ എനിക്ക് പാട്ടൊക്കെ ബൈ ഹാർട്ടായിരുന്നു. ഞാനിപ്പം മിനിമം ഒരു 400 പാട്ട് കാണാണ്ട് പാടും വയലാറിൻ്റെ ഒക്കെ. ഒരു പാട്ട് പാടണം അതൊക്കെ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപ് എനിക്ക്
4 ഒരു പദ്യം പഠിക്കാൻ എനിക്കറിയില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഭയങ്കര മടിയനായിരുന്നു. മടിയെന്ന് വെച്ചാൽ അങ്ങനെ ഒന്നുമില്ല, നമ്മൾ ഈ സംഗീതം അപ്പോഴും മനസ്സിലുണ്ട്. അപ്പോൾ 4 ടീച്ചർമാർ അന്ന് സ്കൂളിൽ പദ്യമൊക്കെ പഠിക്കാൻ പറയും, ഞാൻ പഠിച്ചുകൊണ്ടാന്ന് പറയും, ഹോംവർക്കൊക്കെ ഇട്ട് വരാൻ പറയും. അതൊക്കെ വരും, പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഒക്കെ മറന്നു പോകും മനസ്സിൽ നിന്ന്. അപ്പോൾ വീട്ടിൽ നമ്മൾ അന്ന് പദ്യം ചോദിക്കുക, 12 വരി ഉണ്ടെങ്കിൽ 4 വരിയായിട്ട് പാട്ടായിട്ട് ചോദിക്കുക. അപ്പോൾ ബെഞ്ചമിൻ ആദ്യം ഇരിക്കുന്ന നമ്മുടെ മനോജാണെങ്കിൽ മനോജന് വരുന്ന ഏതാണ് പോർഷൻ, അത് കഴിഞ്ഞാൽ സെക്കൻഡ് 4 വരി എൻ്റെയാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ വരിയാകുമ്പോൾ ഞാൻ ഡെസ്കുമ്മ അതിന് മുമ്പ് തന്നെ ബ്ലേഡ് എടുത്തിട്ട് ഇങ്ങനെ വരണ്ടി ആകുമ്പോൾ ആ 4 വരി പദ്യത്തിൻ്റെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കും. ബാക്കിയുള്ള 4 വരി ഇങ്ങനെയാണ്. അത് നോക്കിയിട്ട് ഞാൻ സാധാരണ പദ്യമൊക്കെ ചൊല്ലാറ്. പക്ഷേ സംഗീതം എന്ന് പറഞ്ഞാൽ വയലാറിൻ്റെ പാട്ടുകൾ അല്ലെങ്കിൽ കവിതകളായിക്കോട്ടെ, പശ്ചിമേത കവിത ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരുപാട് കവിതകളുണ്ട് വയലാറിൻ്റെ, സർഗസംഗീതം അങ്ങനെ പോലെയുള്ള കവിതകളൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ ഒരുപാട് 10, 20, 30 വരികളുള്ള കവിതകളൊക്കെ ഞാൻ ബൈ ഹാർട്ടായിട്ട് പാടും. അത് ഒരു നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളൊരു ഡെഡിക്കേഷനാണ്, ദൈവത്തിൻ്റെ ഡെഡിക്കേഷൻ, എൻ്റെ അല്ല. അപ്പോൾ അതാണ് അങ്ങനെയുള്ളത്. പിന്നീട് എനിക്കുണ്ടായിട്ടുള്ളൊരു ജീവിതത്തിൽ പാടാനായിട്ടൊരു അവസരം കിട്ടി. പാടാനായിട്ട് അവസരം കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കലാഭവൻ പീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേമസ് ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഹിന്ദി പാട്ടുകളിൽ ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഗായകനാണ്, സിനിമയിൽ അധികം പാടിയിട്ടില്ലെങ്കിലും. അപ്പോൾ അദ്ദേഹവും എനിക്കൊരു പ്രചോദനമായിട്ടുള്ളത് കാരണം വെച്ചാൽ ആദ്യമായിട്ട് എന്നെ സ്റ്റേജിൽ കെട്ടിയിട്ടുള്ള അദ്ദേഹമാണ്. കാരണം ഞാൻ അദ്ദേഹമായിട്ടുള്ള ബന്ധമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ വലിയ എപ്പോഴും ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ 7-8 മക്കളാണ്. അച്ഛൻ കൂലിപ്പണിക്ക് വിട്ട് വരുന്ന സമയത്ത് വന്നിട്ട് വേണം അതൊക്കെ മക്കൾക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ എനിക്ക് ചോറും എൻ്റെ ചേട്ടന്മാർക്ക് മംഗളം കഞ്ഞി കൊടുക്കുക. കാരണം അങ്ങനെയാണ് അവസ്ഥ. പക്ഷേ ഇവിടെ വയറൊന്നും കഴിയുന്നില്ല. ആ കാലഘട്ടത്തിൽ പീറ്റേട്ടൻ എൻ്റെ വീടിൻ്റെ അടുത്താണ്. ഞാൻ എന്നും പീറ്റേട്ടൻ അന്ന് കലാഭവനിലൊക്കെ പാടിയിട്ട് ഗൾഫിലൊക്കെ പോയി പാടി വന്ന് പിന്നെ പൈസ കിട്ടും കയ്യിൽ. അപ്പോൾ ഇവിടെയൊക്കെ നാട്ടിലൊക്കെ പാടി കഴിഞ്ഞാൽ 10-20 രൂപ കിട്ടുള്ളൂ. അപ്പോൾ ആൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പാർട്ടിക്ക് ഒരു പള്ളിയുണ്ട്, അവിടെയാണ് അദ്ദേഹത്തിൻ്റെ സഹവാസം, പാർട്ടിക്ക് പള്ളിയിൽ. അപ്പോൾ ഇവിടുന്ന് ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ പീറ്റേട്ടനെ കൂട്ടി കൊണ്ടുപോകും. അതിന് പെരിങ്ങാവ് എത്തുമ്പോൾ കൊച്ചക്കൻ്റെ ചായക്കടയുണ്ട്. ആ ചായക്കടയിൽ എന്നെ പോയി ആ കയറിയിരിക്കും, എനിക്ക് എന്താ കഴിക്കണം. ഞാൻ 3 കഷ്ണം പുട്ട്, 2 കടല, 4 പപ്പടം ഒക്കെ അതൊക്കെ നോക്കുമ്പോൾ പീറ്റേട്ടന് അവിടുന്ന് കിട്ടിയ ശമ്പളം കിട്ടിയതിൻ്റെ പകുതി എനിക്ക് എൻ്റെ ചിലവായില്ലോ. പക്ഷേ പീറ്റേട്ടൻ അദ്ദേഹം ചായ കുടിച്ചിട്ട് ഞാൻ കഴിക്കുന്നത് നോക്കിയിരിക്കും. അപ്പോൾ ആളെന്നെ പറഞ്ഞു, നീ ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് സംഗീതമുള്ള ഉണ്ണിയെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഒരു അപ്പോൾ ആൾക്ക് ഭയങ്കര ആൾ പറഞ്ഞത് വെച്ചാൽ ഞാൻ കഴിച്ചില്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവർക്ക് മേടിച്ചു കൊടുക്കുമ്പോൾ അവരെ വയറ് നിറയുമ്പോൾ എൻ്റെ വയറ് നിറയും. അതൊരു സത്യമായിട്ടുള്ളൊരു വാക്കാണ് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഒരു ദിവസം എന്നോട് പറഞ്ഞു, എനിക്ക് ഞാൻ ഒരു ദിവസം വേദി തരാം, ഈ പാട്ടൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ കാലഘട്ടം കഴിഞ്ഞ് പോയി. ഒരു കാലഘട്ടത്തിൽ പീറ്ററിന് മൊബൈലൊന്നും ഇല്ലല്ലോ, എനിക്കന്ന് 16-17 വയസ്സായിട്ടുള്ളൂ. അങ്ങനെ പീറ്റർ തന്നെ ദിവസം കണ്ടിട്ട് പറഞ്ഞാൽ ആ ഒരു പ്രോഗ്രാമുണ്ട് നമ്മുടെ വിയൂർ പള്ളി പെരുന്നാളിന്. അത് കഴിഞ്ഞിട്ട് നീ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാട്ട് ഞാൻ നിനക്ക് തരാം, പാട്ട് നീ അതൊക്കെ പ്രാക്ടീസ് ചെയ്തോ. അപ്പോൾ അന്നത്തെ കാലത്ത് റിഹേഴ്സലൊന്നുമില്ല, നമ്മൾ ലൈവ് ഒന്ന് പാടുക, അതേ ഉള്ളൂ. ഓർക്കസ്ട്രേഷനൊക്കെ ഉണ്ട്. പെരുന്നാൾ കഴിഞ്ഞു, പിറ്റേ ദിവസം തിങ്കളാഴ്ച, സൺഡേ, ശനി ഞായർ കഴിഞ്ഞാൽ തിങ്കളാഴ്ച. അപ്പോൾ അന്നത്തെ കാലത്ത് വെച്ച് കഴിഞ്ഞാൽ അന്ന് കസേരയൊന്നുമില്ല, നിലത്താണ് ജനങ്ങളിലേക്ക് ഇരിക്കുക. ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ നിറച്ചാൽ വിയൂർക്കാർ ദേശം മുഴുവൻ അങ്ങനെയാണ്. അപ്പോൾ അന്നൊക്കെ നമ്മളിപ്പോൾ ഈ ചെറിയ സ്ക്രീനിൽ ഈ 35 സ്ക്രീനിലൊക്കെ ഒന്ന് സിനിമ കളിക്കുന്ന കാലഘട്ടം. അപ്പോൾ അന്നൊക്കെ നമ്മൾ തലയിൽ നിന്ന് സിനിമ, പഴയ സിനിമകളൊക്കെ അങ്ങനെ കാണാൻ ഞാൻ സത്യൻ്റെ സാറിൻ്റെ ഒക്കെ പടങ്ങളൊക്കെ കാണുന്നുണ്ട് ഞാൻ. അങ്ങനെ എനിക്ക് അപ്പോൾ ഞാൻ അപ്പോൾ അന്നലെ എൻ്റെ കോസ്റ്റ്യൂമൊക്കെ അന്ന് ഞാൻ ദരിദ്രനാണെങ്കിലും തന്നെ ഞാൻ എപ്പോഴും കോസ്റ്റ്യൂമിനോട് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പോൾ അന്ന് ആരോടും ഈ സംഭവം പറഞ്ഞില്ല, പുറത്ത് പറഞ്ഞില്ല, കൂട്ടുകാരോട് പോലും പറഞ്ഞില്ല. അതുവരെ എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ അന്ന് ഫുട്ബോളൊക്കെ കളിച്ച് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുളി കഴിഞ്ഞ് ഫ്രഷായിട്ട് നമുക്ക് ഗാനമേളയ്ക്ക് പോകണമെന്ന് ചോദിച്ചു. കേട്ടോ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് തയ്യാറായി. ഞാൻ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി ഇവരുടെ കൂടെ കൂടിയില്ല. പള്ളിയിൽ ബാക്ക് കൂടെ വന്ന്, എൻ്റെ വീട്ടിൽ ബാക്ക് കൂടെ വന്ന് ഞാൻ അകത്തേക്ക് കിടന്നു, ഹാളിലേക്ക് കിടന്നു, പരീക്ഷ ഹാളിലേക്ക് കിടന്നു. അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് ഇരിക്കണം നീ പാട്ടി അന്ന് കലാമണി ഉണ്ട്, മണി ഒറ്റയ്ക്ക് മനുഷ്യ ചെയ്യുന്ന സമയമാണ്, 1 മണി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനും മണിയേട്ടനും കൂടിയിട്ട് കുറേ നിൽക്കുമ്പോൾ എൻ്റെ പാട്ടിൻ്റെ സാധ്യത വന്നു. അങ്ങനെ അനൗൺസ് ചെയ്തു, അടുത്തായി നമ്മുടെ വീടിൽ നിന്നൊരു ഗായകൻ ഉണ്ണി അനൗൺസ് ചെയ്തു. അപ്പോൾ ആൾക്കാരൊക്കെ ഇഷ്ടമുണ്ടായത് ഏതാ ഇരുന്ന് പുതിയൊരു ഗായകൻ, നമ്മളെ പീറ്റേട്ടൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ സ്റ്റേജിൽ വന്നപ്പോൾ ഇരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളും
എൻ്റെ നേഴ്വേഴ്സിൻ്റെ അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള ജനങ്ങളൊക്കെ ഉണ്ടായി. കാരണം നമ്മളവിടെ ഒരു സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ പഴയ താന്തോന്നിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടുമെന്ന് അവർക്ക് അറിയില്ല അത് സത്യം. അപ്പോൾ അങ്ങനെ വന്ന് അപ്പോൾ ആൾക്കാർക്ക് ഇതെന്ത് സ്റ്റേജിൽ അങ്ങനെ 17 വയസ്സ് ഇതെങ്ങനെ വന്ന് പെട്ടു. കാരണം അത് പള്ളിയിൽ പ്രോഗ്രാം നടത്തുന്ന അവിടുത്തെ അത്രയും വേണ്ടപ്പെട്ട വലിയ തമ്പരാക്കന്മാരാണ്. അപ്പോൾ അവർക്കൊരു സാധ്യത കിട്ടിയില്ല. അപ്പോൾ നമുക്ക് സാധ്യത കിട്ടിയപ്പോൾ അവർക്ക് അപ്സെറ്റായി, ഇതെന്താണ് ഇങ്ങനെയുള്ള സാധ്യത. അപ്പോൾ അത് പീറ്ററിൻ്റെ കേൾപ്പിലാന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ശരി, അങ്ങനെ പാടി. അങ്ങനെ മറ്റേ സിനിമ ത്രിവേണി സിനിമയിലെ സംഗമം, ത്രിവേണി സംഗമം എന്ന അല്ല സംഗമം സംഗമം ത്രിവേണി സംഗമം ശൃംഗാരപദമാടും യാമം മദലസയാമം. ഈ ഗാനമാണ് ഞാൻ പാടിയത്. പക്ഷേ അതിൽ എൻഡിങ്ങിലൊരു ഹമ്മിങ് ഉണ്ട്. ഈ വീടയോരോ മാംസപുഷ്പവും ഇണയെ തേടും രാവിൽ. അതങ്ങനെ പിന്നെ ഓ അവിടെ ഭയങ്കര ഹൈ നോട്ടാണത്. അപ്പോൾ എനിക്ക് സിമ്പിളായിട്ടൊക്കെ പാടാം, ഞാൻ പാടിപ്പോയി. പക്ഷേ ഇത് അവിടെ എത്തിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി, എൻ്റെ ശബ്ദം തൊണ്ടയിൽ നിന്ന് പോയി. കാരണം ദാസേട്ടൻ പോലും അത്ര ബുദ്ധിമുട്ടി പാടിയ പാട്ടാണ് പിന്നീട് ഞാൻ അറിഞ്ഞത്. ആൾക്കാർ കൂവി നാശാക്കി. പക്ഷേ ഞാൻ വിട്ടുകൊടുത്തില്ല. അതിശക്തിയോടെ സെക്കൻഡ് ചരണം വന്നു, വിജയം കഴിഞ്ഞ് ചരണം വന്നു, പിന്നെയും പാടി. ആദ്യം ഇങ്ങനെ അതുപോലെ പാടി അവിടേക്ക് എത്തി വേഗം എടുക്കണം. അവിടെയും പോയി. പിന്നെ ഒരാഴ്ച എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കുണ്ടാവുന്ന വേദന എന്താ വെച്ച് കഴിഞ്ഞാൽ അതാ സംഭ്രമം പോണു. സംഗമല്ല, സംഭ്രമം പോണു. അപ്പോൾ എവിടെയൊക്കെ സംഭ്രമം ഉണ്ടാ. നമ്മളൊരു മ്ലേച്ഛനായ ഒരു യുവാവായിട്ട് ഇങ്ങനെ മിണ്ടാതിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു വാശി തോന്നി, എന്നാലും ഇങ്ങനെ ശരിയാവില്ലല്ലോ. ഇത് നമുക്കൊരു തിരിച്ചൊരു മറുപടി കൊടുക്കണം. ഇതേ പറഞ്ഞ ആൾക്കാരെ നമുക്ക് തിരിച്ച് കൗണ്ടർ ചെയ്യിക്കണല്ലോ. അങ്ങനെ അതിന് ശേഷം 2000 മുതൽ ഞാൻ അപ്പോൾ അന്ന് ഉറപ്പിച്ചു ഇവരെ കൂടെ. അപ്പോൾ അവർ കളിക്ക് ചോദിച്ചത് നീ വിശ്വാസമൊന്നുമല്ലോ അല്ലെങ്കിൽ ജയിച്ചെന്നല്ലോ, നീ ഇങ്ങനെ ഗായകനാവാനായിട്ട് അങ്ങനെ തന്നെ ഇൻസൾട്ട് ചെയ്തു അങ്ങനെ കളിക്കിട്ട്. അപ്പോൾ എനിക്കന്ന് വാശിയായി. അപ്പം പിന്നെ ഇവരെ കൂടെ ഒക്കെ പാടാനേ പറ്റുമെന്നോ ഞാനന്ന് ആലോചിച്ചു. ഒരു എന്താ പറയുക, കിറുക്കിൻ്റെ പിന്നാലെ പോയ ഭ്രാന്തിൻ്റെ അവസ്ഥയാണ്. അത് നമുക്ക് കിറുക്കുണ്ട്, ആദ്യം കിറുക്കാണ്, പിന്നെ ഭ്രാന്തിൻ്റെ കൂടെ പോയ അവസ്ഥ എങ്ങനെയുണ്ടാവും, രണ്ടും കൂടി വരുമ്പോൾ. അപ്പോൾ ആ ഒരവസ്ഥയിലൂടെ ഞാൻ മുന്നേറി. പിന്നീട് അങ്ങനെ വയലാറിൻ്റെ ഞാൻ ദേവരാജ മാഷെ കാണാൻ ഇടയാവണം. ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആൻഡോ, ജോഷി, പിന്നെ കണ്ണൻ ജോയിയുണ്ട്. അവർ ദേവരാജ മാഷെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന ആളാണ്. പിന്നെ ജയൻ. ഞങ്ങൾ 5 പേര് ഒരു ദിവസം കൊല്ലം പരൂര് പോയപ്പോൾ അത് മാഷ വീട്ടിലേക്ക് വന്നു. ഞാൻ മാഷെ കണ്ടു. മാഷോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ മാഷ് പറഞ്ഞു, മോനെ അപ്പോൾ എന്താ ചെയ്യുന്നത്? മാഷെ അപ്പം കണ്ണേറ്റം പറഞ്ഞു നന്നായി പാട് മാഷെ. എന്നാൽ നീ ഒരു പാട്ടങ്ങ് പാട് കേൾക്കട്ടെ. ആരും ദേവരാജ മാഷമില്ല. ഞാൻ പറഞ്ഞു മാഷെ ഞാൻ അങ്ങനെ അല്ല, പിന്നെ എങ്ങനെയാണ് ഈ പാടുക? അപ്പം മാഷ് ഞാൻ പാളയം, തിരുവനന്തപുരം പാളയത്ത് ആദ്യമായിട്ട് ബലികുടീരങ്ങളെ എന്ന ഗാനം വയലാർ എഴുതി ചിട്ടപ്പെടുത്തി ദേവരാജ മാഷ് സംഗീതം കൊടുത്തു. അത് പിന്നീട് നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് നാടകത്തിലൊക്കെ വന്നു. അന്നത് രക്തസാക്ഷികൾക്ക് വേണ്ടിയിട്ട്, അതായത് ഈ രക്തസാക്ഷികളല്ല, CPM അല്ല ശരിക്കും. അത് 57 നയനാർ ഭരണ കയറിയ സമയത്ത് അതിന് മുമ്പ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ആൾക്കാർ മരിച്ചു കൊണ്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് സ്മാരകമാണത്. ഏത് അവിടെ പാളയത്ത്. പക്ഷെ അത് പിന്നീട് അത് അടിച്ചു മാറ്റി പോയി. അത് പാർട്ടിയുടെ അത് കൈക്കലാക്കി. അത് ചെങ്കുടി ബലികുടീരങ്ങളെ അങ്ങനെ അതിൽ ഒരുപാട്. പക്ഷെ അതിൽ ആ കൂടി ചെങ്കുടിയെ എന്ത് ചെയ്യുന്ന സാധനമുണ്ട്. നൂറ്റാണ്ടുകളിലെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ തുടിപ്പുഞ്ഞുങ്ങളിൽ നൂറ്റാണ്ടുകളിൽ കൊളുത്തി ഞങ്ങൾ തലമുറത്തോറും കേടാത്ത കൈതി അങ്ങനെ. അപ്പോൾ മാഷ് പറഞ്ഞു നീ പാടില്ലടാ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നമ്മൾ മാഷെ ഞങ്ങളിങ്ങനെ ഒരു സംഘടന രൂപീകരിക്കണമെന്നുണ്ട്. അപ്പോൾ എന്താ ഉദ്ദേശിച്ചത്? നമ്മളിങ്ങനെ വയലാർ രാമവർമ്മ അവൻ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാവ്യ ഗന്ധർവൻ. ഇപ്പോൾ ഈ ഭാഷയിൽ സംസാരിക്കാം. അന്ന് നമുക്ക് അങ്ങനെയുള്ളൊരു ഗ്രാഹ്യമൊന്നുമില്ലോ.
അതിനിപ്പോൾ എന്താടാ. അപ്പോൾ ഞാൻ വന്ന് ഇങ്ങനെ തിരുവനന്തപുരത്ത് ഒരു വയലാറിൻ്റെ സംഘടനയുണ്ട്. വയലാർ 75 മരിച്ചപ്പോൾ അന്ന് സംഘടന രൂപീകരിച്ചിരുന്നു. ONV കുറുപ്പ്, വിക്രമൻ സാറ്, പിന്നെ മുന്നേ മന്ത്രിയായിരുന്ന KP പ്രഭാകരൻ ഇവരെ കൂടിയിട്ട് സംഘടന തിരുവനന്തപുരത്ത് രൂപീകരിച്ചു CPI ഇതിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ ചെയ്യാനായിട്ട് പറ്റുമോ ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞിട്ട്, എടാ വയലാർ ആരെയും ഒരു കുത്തകയൊന്നുമല്ല കേട്ടോ, നിങ്ങൾ അങ്ങ് തുടങ്ങുക, ആരും പേടിക്കണ്ട, തൃശ്ശൂർ തുടങ്ങുക. അങ്ങനെ അദ്ദേഹമാണ് ഞങ്ങൾക്ക് വയലാറുടെ ഇത് തുടങ്ങിയത്. അങ്ങനെ ഇവിടെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. 2000 ഞങ്ങൾ കഷ്ടപ്പെട്ട് കൊല്ലാഴിയും പോയി കണ്ട് കുറച്ച് സമ്പാദിച്ച് സ്പോൺസേഴ്സ് ചെറുത് കിട്ടി. ഈ സംഗീത നാടക അക്കാദമിയിൽ ഫസ്റ്റ് ആദ്യകാല ഗായിക പീലിയിലേക്ക് നമ്മൾ അവാർഡ് സമർപ്പിക്കുകയാണ് ഉണ്ടായത്. അന്ന് ഇതുപോലെ തന്നെ പഴയകാല ഗാനങ്ങൾ വെച്ച് നല്ലൊരു പ്രോഗ്രാം അന്ന് നമ്മൾ 2000 നടത്തി. പിന്നെ ആ വർഷം കുറേ ബാധ്യതകൾ വന്നു. ഈ ബാധ്യത വന്നപ്പോൾ എന്തായി, കൂടെ നിന്നവരൊക്കെ കാല് വരി മാറിപ്പോയി. ബാധ്യത എന്തായാലും വന്നു. കാരണം ഓർക്കസ്ട്രക്കാർക്ക് ചിലർക്ക് പക്ഷേ എന്താ കാരണം വെച്ചാൽ ഈ കണ്ണേട്ടൻ ജോയിക്ക് നമ്മൾ ഓർക്കസ്ട്രയ്ക്ക് ഇവർക്ക് പൈസ ആളാണ് ഇതൊക്കെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ ഏറ്റെടുത്ത് പൈസ ഒക്കെ പുള്ളിക്കാരൻ നമ്മൾ കൊടുത്തത്. പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ കിട്ടും. ഇവർക്കൊന്നും പൈസ പലരും കിട്ടി, ഓർക്കസ്ട്രയ്ക്ക് കിട്ടിയില്ല, പലർക്കും കിട്ടിയില്ല. അങ്ങനെ എൻ്റെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു നമുക്ക് ആലോചിക്കാം, പക്ഷേ ആരും അല്ല. പക്ഷേ ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം നിങ്ങൾ ക്ഷമിക്കുക, അടുത്ത പ്രോഗ്രാമിൽ നമുക്ക് എന്തായാലും ചെയ്യാം. സ്റ്റേഷനിൽ വരെ എത്തിയതാണ് കേസ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളിതിൽ അവർ അങ്ങനെ ഓർക്കസ്ട്രക്കാർ ഇപ്പോൾ എടപ്പാൾ വിശ്വ എന്ന് പറഞ്ഞ ഗായകൻ അവനൊക്കെ അതിൽ അനുഭവമുള്ള ആളാണ്. ഇപ്പോൾ നമ്മളൊരു പാട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം കാലഘട്ടത്തിൽ നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞ് അടുത്ത വർഷം നമ്മൾ പിന്നെ പ്ലാൻ ചെയ്ത് ജാനി അമ്മയ്ക്ക് ഇവരൊക്കെ ഒഴിവാക്കി. അതിൽ ജോഷി ഉണ്ടാകുന്ന എൻ്റെ കൂടെ ആൻറ്റോനെ നടത്തുന്നത് രണ്ടുപേരും. അവരും ഒരു ഡമ്മിയാണ്, പക്ഷെ ഞാനാണ് ഇതിൻ്റെ എല്ലാതും മുന്നോട്ട് പോകേണ്ടത്. അതും ഭയങ്കര വിജയമായി മാറി. അങ്ങനെ 2000 മുതൽ 2025 എത്തുമ്പോൾ ബിജുജനാളിലേക്ക് നമ്മൾ എത്തിയത്. അതിനുള്ളിൽ ഞാൻ ജാനകി സുശീല, മാധുരി വാണിജ്യ ഇവരെ കൂടെ ഞാൻ പാടിയിട്ടുണ്ട്. എല്ലാ പാട്ടുകളും ഞാൻ പാടിയിട്ടുണ്ട്. അതായത് മറ്റേ മാധുരിയമ്മയുടെ കൂടെ നീലപ്പൊന്മാല നീലപ്പൊന്മാനി ഡുവൈറ്റ് പാടിയിട്ടുണ്ട്. ബി വാസനമ്മയുടെ കൂടെ കുടമുല്ലപ്പൂവിനും, ജാനകിയമ്മയുടെ കൂടെ ഏഴിലം പാലപ്പോത്തു, അതുപോലെ സുശീലമ്മയുടെ കൂടെ മാലിനി നദിയിൽ കണ്ണാടി ഡുവൈറ്റ് പാടിയിട്ടുണ്ട്. വാണിജ്യാമ്മൻ്റെ കൂടെ വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി. അപ്പോൾ പിന്നെ ബാക്കി പിന്നെ തെക്കിൻകാടായിരുന്നു മഞ്ജുവാർക്ക് അവാർഡ് കൊടുത്തത്. അതായത് 25,000-30,000 പേരാണ് ഷോ കാണാൻ വന്നത്. ഒക്കെ നമ്മൾ സൗജന്യം ചെയ്യുന്നത്. അന്ന് മധുഭാഷണ ഗാനമേളയായിരുന്നു, കോട്ടയം നർത്തിൻ്റെ ഷോ ആയിരുന്നു. അപ്പോൾ അതും അങ്ങനെ ഇപ്പോൾ നടക്കുന്ന പ്രോഗ്രാമുകളൊക്കെ പക്ഷേ 25ാമത്തെ വർഷത്തെ പ്രോഗ്രാം ഇനി നമുക്ക് 20 ലക്ഷം തിരിച്ചു കിട്ടില്ല. അപ്പോൾ എന്താണ് ഇതെങ്കിലും നന്നായി ചെയ്യണം. അപ്പോൾ പിന്നെ ഓരോ കാലഘട്ടങ്ങൾ നമ്മുടെ കൂടെയുള്ളവർക്ക് സ്പ്ലിറ്റായി പോയാൽ നഷ്ടം വരുമ്പോൾ ആരുമില്ല. പക്ഷേ ഞാൻ വിട്ടു കൊടുത്തൊന്നുമില്ല. പക്ഷേ എൻ്റെ കൂടെ ദൈവമുണ്ട്, വയലാറുണ്ട്, എൻ്റെ കാരണന്മാരുണ്ട്, നമുക്കത് മതി. അപ്പോൾ എൻ്റെ കൂടെ വയലാറുണ്ട്, എൻ്റെ അച്ഛനുണ്ട്, എൻ്റെ നല്ല സുഹൃത്തുക്കളുണ്ട് സഹായിക്കാനായിട്ട്. എനിക്ക് ഇതുവരെ സ്പോൺസേഴ്സ് വന്നിട്ടില്ല. ഇത്രയും കൊല്ലമായിട്ട് എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളെ എനിക്ക് സഹായിക്കുക. അവർ പരസ്യം വെക്കേണ്ടെന്ന് പറയും. ഇപ്പോൾ ഈ പ്രോഗ്രാമിന് എനിക്കൊരു 5 ലക്ഷം രൂപ ചിലവാണ്. അതിലിപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ ജസ്ലിനാണ് ഷോ ഡയറക്ടർ. ആളെ കയറപ്പിൽ നമുക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടും. അപ്പോൾ നമുക്ക് ഞാനും ജസ്ലിനാണ് ഇപ്പോൾ എൻ്റെ മെയിനായിട്ട് ഇതിന് പ്രോഗ്രാം നിൽക്കുന്നത്. അതുകൊണ്ട് ഈ വർഷത്തെ പ്രോഗ്രാം അത്ര മനോഹരമാക്കിയിട്ട് ചെയ്യാൻ ആഗ്രഹം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഭൂമിയിൽ നിന്ന് പോയാലും നമുക്ക് വിഷമമില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ജീവിതത്തിൽ നിങ്ങളും കൂടി അറിയേണ്ട കാര്യമാണ്. നമുക്ക് ദൈവം നമ്മുടെ ഭൂമിയിലേക്ക് ഇങ്ങോട്ട് വിടുമ്പോഴേ ഈ ഭൂമിയിൽ ജീവിച്ച് തീർക്കുമ്പോൾ നമുക്കൊരു ദൈവം ഇത് തരും, പണി ജോലി തരും. അപ്പം നിങ്ങളിപ്പോൾ ചെയ്യുന്ന മീഡിയ അല്ലേ, അപ്പോൾ നമ്മൾ മീഡിയയിലേക്ക് എത്തുന്നതിനേക്കാൾ മുൻപ് നമ്മൾ പല ജോലിയിലും പോയി പെട്ടിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും നമ്മൾ ശാശ്വതമല്ല. എവിടെയാണ് എൻഡിങ്ങിൽ കിട്ടുന്നത് അതാണ് നമ്മുടെ ജോലി.